ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെയും വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു വീഡിയോ ആയിട്ട് ഇന്ന്. അപ്പോൾ ഞാനിപ്പോൾ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ബ്രദറിന് ഇവിടെ കുറച്ച് കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഴികളെയാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഈ കോഴികൾ സാധാരണ കോഴികളല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നാടൻ കോഴി, ഗിരിരാജ കോഴി, കരിങ്കോഴി അങ്ങനെ പല കോഴികളെ നമ്മൾ വീട്ടിൽ വളർത്തൂലേ, അങ്ങനത്തെ കോഴിയല്ല ഇത് വെത്തുകാൽ പോര് കോഴിയാട്ടോ. ഇത് നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ കോഴിപ്പോരൊക്കെ നടത്തൂലേ, ആ ഇനം പോര് കോഴിയാണ്. അതിൽ തന്നെ കുറച്ചുകൂടി അവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള വെത്തുകാൽ ഇനത്തിൽപ്പെട്ട പോര് കോഴിയാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാർവ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വച്ചേക്കണതാണ്. പച്ചക്കറി വേസ്റ്റൊക്കെ വെച്ചിട്ട് കോഴികൾക്ക് കൊടുക്കാൻ ലാർവ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇനം കോഴികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറ് വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. അവന് ഇങ്ങനെ കോഴികളോടൊക്കെ ഭയങ്കര ക്രൈസാട്ടോ. അതുപോലെ തന്നെ ചൂണ്ടയിടാൻ അങ്ങനെയൊക്കെയുള്ള പല പല ക്രൈസുകളുള്ള ആളാണ്. അപ്പോൾ ആൾ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ കോഴികളുണ്ടാവും ഇവിടെ. പിന്നെ കുറച്ച് നാളത്തേക്ക് ലീവിനാണ് വന്നത്. ഒരു 3 മാസം 4 മാസമൊക്കെ നാട്ടിലുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വളർത്തണതാണ്. അപ്പോൾ അവൻ വളരെ കെയറിങ്ങോട് കൂടിയായിട്ട് ഇതിനെ വളർത്തുന്നത്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെയാണ് വളർത്തുന്നത്. എന്നിട്ട് പോകാൻ നേരത്ത് ഇതിനെ സെയിലാക്കിയിട്ട് പോവാണ് ചെയ്യണത്. അപ്പോൾ ഇത് കാലിൽ മുള്ളുള്ള ടൈപ്പ് വെത്തുകാലിനം കോഴികളെയാണ് ഇപ്പോൾ ഇവൻ വളർത്തുന്നത്. ഇവനിങ്ങനെ വർഷങ്ങളായിട്ട് വരുമ്പോൾ ഇങ്ങനെ ചെയ്യണതാട്ടോ. നേരത്തെ മുതൽ ഇത് ഉള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഇതല്ല, നേരത്തെ മുതലുള്ളതാണ്. ഒരു ടൈം പാസ് പോലെയാണ് അവന്. പക്ഷേ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ബ്രീഡിംഗ് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്തൊക്കെ വളർത്തുന്നതാണ്. അതായത് നാടൻ കോഴിയായിട്ട് ഒരു സങ്കരം ചേരുവോ ഒന്നും ചെയ്യാതെ ഈ ഒരു ഇനത്തിനെ മാത്രം ഇങ്ങനെ വളർത്തി ഇതിൻ്റെ തന്നെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വളർത്തിയെടുക്കണതാട്ടോ. അപ്പോൾ ഈ കോഴികളെയൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ നാടൻ ഇനങ്ങളും ഒക്കെ ആയിട്ട് ചേരാതിരിക്കാൻ വേണ്ടി ഇവൻ തന്നെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഓരോ കോഴികൾക്ക് ഓരോ ടൈമുണ്ട്. അപ്പം കുറച്ച് ടൈമിൽ ആദ്യത്തെ സെറ്റിനെ പുറത്തേക്ക് വിടും. അത് കഴിഞ്ഞ് അവരുടെ ആ ടൈം കഴിയുമ്പോൾ കൂട്ടിനകത്താക്കും, അടുത്ത സെറ്റിനെ പുറത്തേക്ക് വിടും. അങ്ങനെ ഭയങ്കര കെയറിങ്ങോട് കൂടിയാട്ടോ ആൾ ഇതിനെ കൊണ്ടെടുക്കണേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ കൂട് ക്ലീനാക്കലും ഇവർക്ക് തീറ്റ കൊടുക്കലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കണ്ടപ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ കോഴികളെ അപേക്ഷിച്ചിട്ട് പൊതുവെ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതിന് ഇമ്മ്യൂണിറ്റി പവർ നല്ല കൂടുതലുള്ള കോഴിയാണ്. ഇതിനെ മെയിനായിട്ട് വളർത്തുന്നത് തന്നെ കോഴിപ്പന്തയത്തിന് വേണ്ടിയിട്ടാട്ടോ. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഫേമസ് ആയിട്ടുള്ള കോഴിയാണ്. അവർക്ക് അതൊരു ആചാരം പോലെയാണല്ലോ കോഴി പോരൊക്കെ. നമ്മുടെ ഇവിടെ അത്ര ഇല്ല. അപ്പോൾ ഇതിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇവർ നല്ല പവർഫുള്ളാണ്. ഒരു കൊത്തൊക്കെ കിട്ടിയാൽ മതി. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവൻ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാസർഗോഡ്, തൃശ്ശൂർ, മലപ്പുറം അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ ഇവനെ അയക്കാറുണ്ട്. പിന്നെ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉള്ളതിനെല്ലാം സെയിലാക്കിയിട്ട് തന്നെയാണ് പോകാറ്. പിന്നെ വരുമ്പോഴാണ് വീണ്ടും വളർത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് ഫുഡ് ഇത് കഴിക്കും. ഇപ്പോൾ ഈ പച്ചിലകൾ, മുരിങ്ങയില അങ്ങനെയുള്ള ഇലകളൊക്കെ കൊടുക്കും. അത് കൂടാതെ മെയിനായിട്ട് കൊടുക്കുന്നത് ചോളം, ബജറ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ്, ഫ്രൂട്ട് വേസ്റ്റ്, ചോറ് അങ്ങനെ. ഇവൻ ചോറധികം കൊടുക്കില്ല കേട്ടോ. ഇവന് പല പല എന്തൊക്കെയോ ഉണ്ടാക്കി ഉരുളകളൊക്കെ ആക്കി കൊടുക്കണതാണ്. അപ്പോൾ പ്രത്യേകം കെയറൊക്കെ ചെയ്താണ് പുള്ളിക്കാരൻ ഇതുങ്ങളെ വളർത്തണത്. അപ്പോൾ ഇവരിതാ ഒരു ടീം ഇവിടെ മണ്ണിൽ കുളിക്കാനിറങ്ങിയേക്കണതാട്ടോ. അപ്പോൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഉണങ്ങാനിട്ടിട്ടുണ്ടായി നമ്മുടെ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ മാറ്റി അവരവിടെ ചെന്ന് കുളി നടത്തിക്കൊണ്ടിരിക്കണതാണ്. ചൂടെടുക്കുമ്പോൾ ദേഹത്ത് മണ്ണ് വാരി ഇട്ടുകൊണ്ടിരിക്കണതാണ്. ഇതിന് നല്ല ഇണക്കമുള്ള ടൈപ്പ് കോഴികളാണ് കേട്ടോ. ഇപ്പോൾ ഇവൻ്റെ ഈ കോഴികളെ ഈ കാസർഗോഡുള്ള ടീമുകൾ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവർ വഴി തമിഴ്നാട്ടിൽ പോയി ഈ കോഴികളെ പന്തയത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇവൻ്റെ കോഴികളെ. അപ്പോൾ നല്ല ഒരു ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ കെയർ ചെയ്യണ കാണുമ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. കാണാനൊക്കെ നല്ല രസമാണ്. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ ഓടി വരികയൊക്കെ ചെയ്യും. ഭയങ്കര അനുസരണയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പിടക്കോഴികൾ മുട്ടയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഈ മുട്ട നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇവൻ പ്രത്യേകമായിട്ട് വേറെ ഒരു ബ്രീഡിംഗ് ഒന്നും ഇവരുടെ മാത്രം ബ്രീഡിങ് നടത്തി ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അതിനെ
കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട്, ആ മുട്ട കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് ഇതേ ഇനത്തിൽ തന്നെയുള്ള നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ട ഇവർ കഴിക്കാൻ എടുക്കില്ല, അങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ട് ചെയ്യണം. എന്നിട്ട് കുഞ്ഞുങ്ങളെ സെയിലാക്കണമെങ്കിൽ സെയിലാക്കാം. പിന്നെ ആളപ്പോഴത്തേനും പോകേണ്ട സമയവും. ഇതിപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഏരിയ കൊടുത്തേക്കണതായിട്ട്, തണലും ഇങ്ങനെ കരിയിലകളൊക്കെ ഇട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടാക്കി കൊടുത്തേക്കണതാണ് അവർക്ക് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ നടന്ന് അവരുടെ ടൈം കഴിയുമ്പോൾ അതുങ്ങളെ കൂട്ടി കയറ്റിയിട്ടാണ് പിന്നെ അടുത്ത സെറ്റിനെ ഇങ്ങോട്ടേക്ക് പുറത്തേക്കൊക്കെ ഇറക്കണത് കേട്ടോ. അപ്പോൾ നല്ല പ്രതിരോധ ശേഷിയുള്ള ടൈപ്പ് കോഴികളാണ്. അപ്പോൾ ഇങ്ങനത്തെ കോഴികളെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ കൗതുകം, അപ്പോൾ ഞാനങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.